എന്തെങ്കിലും പറഞ്ഞാൽ ഈ സാധനത്തിന് കുറ്റാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? ഈ പാത്തൂനുള്ള പരിപാടി ഇതാണ്. ഇങ്ങോട്ട് വന്നാൽ ഈ കുഞ്ഞിമൂച്ചിമ കയറാം. ഓളത്ര വലിപ്പമുള്ള ഒരു കുഞ്ഞിമൂച്ചിയാണത്. ഹൈക്ക കമ്പനി, നിങ്ങളാരെയും കേട്ടിക്കണം? ഹൈക്ക ചെരുപ്പില്ലേ, ഹൈക്കൻ്റെ. അപ്പോൾ ഹൈക്കൻ്റെ ചെരുപ്പിൻ്റെ കമ്പനി ഇവിടെ അടുത്താണ്. ഈ ദിവസം ഞാൻ വിശദമായിട്ട് ഹൈക്ക കമ്പനിയൊക്കെ വീഡിയോ വിളിക്കും. അപ്പം ഇന്നത്തോടു കൂടി ഏകദേശം പടവൊക്കെ കഴിഞ്ഞിട്ടാണ് വീടിൻ്റെ. അപ്പോൾ പണിക്കാർ ഇനി 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇനി ജിൻഡൽ വാർപ്പോ എന്തുകൊണ്ട്. അപ്പോൾ പണിക്കാർ ഏകദേശം ഒരു കുറച്ചൊക്കെ 9 വരെയൊക്കെ പടുത്ത് നിർത്തിയിട്ടാണ്. അപ്പോൾ ഞാൻ കാണാനായിട്ട് പോകാൻ കേട്ടോ. ഇക്കും കുട്ടികളും കുറച്ച് മുന്നെയാണ് പൊയ്ക്കണ്. കുറച്ച് പണിക്കാരുണ്ട് അവിടെ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാനിനി പോവാണ്. അപ്പോൾ എവിടം വരെ എത്തി എന്നുള്ള കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു, വീട് പണി എന്തായി, എവിടെ വരെ ആയി എന്നൊക്കെ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് കാണിച്ചു തരാം ഞാൻ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഞങ്ങളിവിടെ പെരയിലെത്തിയിട്ടാ. അപ്പോൾ നമ്മൾ വീട് പണി എവിടെ എത്തിയെന്ന് കാണിച്ചു തരാം. അവിടെ നനക്കൽ തുടങ്ങിയിരിക്കണ്. അപ്പോൾ എവിടെ എത്തിയെന്നോ കാണാം. ഇതാ ഗേസ് ഇത്ര ആയിട്ടോ. ഏകദേശം പടവ് മൊത്തമായിട്ട് കഴിഞ്ഞ്. ഇനി എന്താ അതിന് മേലെ കൊടുക്കാളേ? ഇനി ജിൻഡലാണ് പടവ്. ജിൻഡൽ കഴിഞ്ഞിട്ടാണ് ഇനി പടവ് വരിക. 9 വരി അല്ലേ? 9 വരി പടുത്ത് ഇനി ഇതിന് മേലെ ജിൻഡൽ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര വരി കൊടുക്കണം? അത് കഴിഞ്ഞിട്ട് പിന്നെ 4 വരി പടവ്. എന്നാലേ പഴയ ലുക്കിലുള്ള പഴയ നാടൻ വീടാവുള്ളൂ ഗൈസ്. ഇത് നാടൻ പേര ഉണ്ടാക്കുള്ളൂ, വാർപ്പ് ഉണ്ടാക്കൂല. അപ്പോൾ പിന്നെ അതാ ഇന്ന് 5 ആൾ പണിക്കാരുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം മൊത്തമായിട്ട് ഇങ്ങനെ പടുത്ത് കഴിഞ്ഞ്. അപ്പം ഇനി വിഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ലീവാണ്. അത് കഴിഞ്ഞിട്ട് ഇനി പണിക്കാരൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതൊക്കെ ഇത്ര പണി കഴിഞ്ഞിട്ടാ. ഇതാണ് നമ്മുടെ അടുക്കള. ഇത് ഹാളായിട്ട്, അടുക്കളയിലെ ടേബിൾ ഇടുന്ന ഹാളായിട്ട് വരും. ഇത് കിച്ചണ്. ആ കാണുന്നതാണ് ഗൈസ് ഞങ്ങളെ പറമ്പ്. ഞങ്ങളെപ്പം നിൽക്കണ പെരൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കയറി വന്നാൽ ഇതിൽ കൂടെ അങ്ങോട്ട് എത്തുക. ആ വഴിയാണിത്. മക്കളെപ്പോഴും കളി കഴിഞ്ഞാൽ കയറി വരലിയ റൂട്ടിനാണ് കേട്ടോ. മാങ്ങയും അണ്ടിയും മാങ്ങയൊക്കെ പെറുക്കി ഇങ്ങനെ കയറുന്ന സ്ഥലമാണത്. ഇവിടം വരെ ആയി. അപ്പം ഇനി വിഷുവൊക്കെ കഴിഞ്ഞിട്ട്, ഇപ്പോൾ പണിക്കാർ ഇനി വിഷു ആയതുകൊണ്ട് കുറച്ച് ദിവസം ലീവ് ആയിക്കാരം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ജിൻഡൽ കഴിഞ്ഞിട്ട് പിന്നെ ഇനി നമ്മൾ 4 വരിയും കൂടും പടുക്കും. എന്നിട്ടാണ് കൗക്കോലും പട്ടികയൊക്കെ വെക്കുക കേട്ടോ. വാർപ്പിടല്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലേ പഴയ വീടാണെന്ന്. അപ്പോൾ കൗക്കോലും പട്ടികയൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കുകയാണ് കേട്ടോ. ഇരുമ്പിൻ്റെ കൗക്കോലും പട്ടികയാണ് കൊടുക്കുന്നത്, മരത്തിൻ്റെ അല്ല. അപ്പം അതൊക്കെ തന്നെ. ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നടുമുറ്റാണ് ഗൈസ്. ചെറിയ നടുമുറ്റല്ല കേട്ടോ, വലിയ നടുമുറ്റാണ്. അത് പണ്ടത്തെ ഇല്ലം വരയിലുണ്ടാവില്ലേ, വലിയ നീളത്തിലെ നടുമുറ്റം. മഴ ഇങ്ങനെ നടുവിൽ പെയ്യുമ്പോൾ അതുപോലെ അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഞാനിതാ അവിടെ അടുത്ത ചേച്ചിയുടെ വീട്ടിൽ നിന്നേ കുറച്ച് ശംഖുപുഷ്പം കണ്ടപ്പോൾ കുറച്ച് പൊട്ടിച്ചതാണ്. അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഉണ്ടാക്കിയിട്ട് കുറേ ഇരിക്കണം. അപ്പോൾ ശംഖുപുഷ്പം കണ്ടപ്പോൾ ചോദിച്ചിട്ട് എടുത്തതാണ് കുറച്ച് പൂവ് സോപ്പ് ഉണ്ടാക്കാൻ. ചിലവരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സോപ്പ് ഉണ്ടാക്കലില്ലേ എന്നൊക്കെ. സോപ്പൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ, ഞാൻ വീഡിയോ ചെയ്യാറില്ല എന്നുള്ളൂ. എന്തെങ്കിലും പറഞ്ഞാൽ ഈ സാധനത്തിന് കുറ്റാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? അല്ലാ, എൻ്റെ അഭിപ്രായം പറയാൻ പോയാൽ പറയും ഞാൻ വിചാരിച്ച മാതിരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഉണ്ടാകാൻ പോകില്ല, വിചാരിച്ച മാതിരി ഉണ്ടാക്കട്ടെ. ഞാൻ പണ്ട് പറഞ്ഞിന്ന് സാധാ നമ്മളെ ചെറിയൊരു വാർപ്പും വരെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ ഇങ്ങനത്തെ വര തന്നെ ഉണ്ടാക്കുള്ളൂ പറഞ്ഞ് അങ്ങനത്തെ വര തന്നെ ഉണ്ടാക്കി നടുമുറ്റൊക്കെ വെച്ചിട്ട്. ഇക്കാന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ, നടുമുറ്റൊക്കെ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ നടുമുറ്റത്തേക്ക് വെള്ളം ചാടണ പോലത്തെ വീട് വേണമെന്നുള്ളത്. പഴയ വീട്, പഴയ ഓടിട്ട വീട് കേട്ടോ. വാർപ്പുണ്ടാക്കൂല എന്ന് ആദ്യേ പറഞ്ഞിരുന്നു. ഈ പാത്തൂനുള്ള പരിപാടി ഇതാണ്. ഇങ്ങോട്ട് വന്നാൽ ഈ കുഞ്ഞിമൂച്ചിമ കയറാം.
ഓളത്ര വലിപ്പമുള്ള ഒരു കുഞ്ഞിമൂച്ചയാണത്. ദീപൊന്നും കുത്തി മറിയാൻ കയറില്ല. ഞങ്ങളൊക്കെ നനക്കലൊക്കെ കഴിഞ്ഞ് ഓണാക്കിക്കണേ. അപ്പം നനക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെരീക്ക് മടങ്ങണം കേട്ടാ. അപ്പം ഇതാ അച്ചു മൈൻഡ് ചെയ്യണില്ല ഇതാ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഇനി കുറച്ച് ദിവസത്തിന് പണിക്കാരൊന്നും ഉണ്ടാവില്ല. ഇനി വിഷുവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി പണിക്കാരൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അച്ഛാ പറഞ്ഞെടുത്താ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ടാക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. ഊട്ടിയായിട്ട് വന്നേക്കണത് കേട്ടോ. അപ്പോൾ എന്നോട് വണ്ടി ആദ്യം എടുക്കാൻ പറഞ്ഞേക്കണം. അപ്പോൾ ഞാൻ ആദ്യം വണ്ടി എടുത്തിട്ട് ഇക്ക വൈത്താലെ വന്നോളാന്ന്. പേടി ഇവിടെ ഭയങ്കര ഇറക്കാണ് കേട്ടോ. നല്ല ഇറക്കുണ്ട്, കയറ്റത്തിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ അടുത്താണ് ഹൈക്ക കമ്പനി. നിങ്ങളാരെയും കേട്ടിക്കണം? ഹൈക്ക ചെരുപ്പില്ലേ, ഹൈക്കൻ്റെ. അപ്പോൾ ഹൈക്കൻ്റെ ചെരുപ്പിൻ്റെ കമ്പനി ഇവിടെ അടുത്താണ്. ഈ ദിവസം ഞാൻ വിശദമായിട്ട് ഹൈക്ക കമ്പനിയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെരുപ്പിൻ്റെ കമ്പനി ഇവിടുന്ന് കുറച്ചിങ്ങോട്ട്, ഞങ്ങൾ ഈ റോഡിന് കുറച്ചിങ്ങോട്ട് പോയാൽ ഹൈക്ക കമ്പനിയാണ്. നിങ്ങൾ നടന്നോടി.